ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുമി മുഫാസ് മനസ്സിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ നെക്സ്റ്റ് വീക്ക് വരാൻ പോകുന്ന ഒരു പ്രൊമോയെക്കുറിച്ചാണ് നമ്മൾ ഇന്നിപ്പോൾ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനിന്നിപ്പോൾ ഡയറക്റ്റ് നമ്മുടെ ഫേസ് കൊടുത്തിട്ട് ഒരു സ്റ്റോറി പറയുന്ന പോലെ, കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു കഥയ്ക്ക് ഒരു ജീവൻ ഇല്ലാത്ത പോലുള്ള ഒരു ഫീലിങ്സ്. അപ്പോൾ നമ്മൾ നേരിട്ട് ആ സ്റ്റോറി പറയുമ്പോൾ അത് കാണുന്നവർക്കും ആ കഥ കേൾക്കുന്നവർക്കും അതിൻ്റെ ആ ഒരു ഏകദേശം ഒരു ഇതൊക്കെ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇനി മുതൽ ഇങ്ങനെ ഇടാൻ പോവാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് തരിക. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. പിന്നെ പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. അപ്പോൾ അടുത്ത ആഴ്ചയിൽ വരാൻ പോകുന്നത് നമ്മുടെ നിധിയും സുധീഷും ഹരീഷും അതുപോലെ നികേഷും സുഭാഷ് എല്ലാവരും നമ്മുടെ സുധീഷിനെ തിരിച്ച് കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ അവരെല്ലാവരും തിരിച്ച് വീട്ടിലോട്ടൊക്കെ എത്തുകയാണ്. അപ്പം നിധിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. കാര്യം വേറൊന്നുമല്ല, തൻ്റെ സ്വന്തം വീട്ടുകാർ തന്നെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ തന്നോടൊക്കെ പെരുമാറുന്നത് കണ്ടിട്ട് തന്നെ അവർ ഇത്ര മാത്രമേ അവർ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൂ. അതായത് ഒരു മകളല്ലേ, സ്വന്തം മകളല്ലേ, ആ ഒരു പരിഗണന പോലും ഇല്ലാണ്ട് ഈ ഒരു രീതിയിലൊക്കെ അവരൊക്കെ എങ്ങനെ പെരുമാറാൻ കഴിയണോ എന്നൊക്കെയുള്ള ഒരു ചിന്തയും വിഷമമൊക്കെ നിധിക്കുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമൊന്നും പറ്റാണ്ട് നമ്മുടെ സുധീഷ് തിരിച്ച് വീട്ടിലെത്തുകയാണ്. ഭാസ്കരനും സന്തോഷമാവുകയാണ്. എന്നാലും ഭാസ്കരൻ ആ ടെൻഷൻ്റെ ആ ഒരു ഇതൊന്നും ഭാസ്കരൻ പുറത്ത് പ്രകടിപ്പിക്കാനായിട്ട് നിന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ പിറ്റേ ദിവസം നമ്മുടെ ഹരീഷ് വർക്ക്ഷോപ്പിലൊക്കെ ചെല്ലുകയാണ് കേട്ടോ. ഹരീഷ് വർക്ക്ഷോപ്പിലോട്ട് ചെന്നപ്പോൾ നമ്മുടെ ചന്തു ചോദിച്ചു, എന്തായി ഹരീഷ് ചേട്ടാ, ഇന്നലെ നിങ്ങൾ ഒരുപാട് പാടുവിട്ടായിരുന്നു അല്ലേ സുധീഷ് ചേട്ടനെ കിട്ടാൻ വേണ്ടിയിട്ട്? ഓ എന്ത് പറയാനാടാ ചന്തു, കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ പാടുവിട്ടു, ഗുണ്ടകളുടെ കയ്യിലൊക്കെ ആയി. ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ നമ്മുടെ ഹരീഷ് ചന്തുവിനോടും മറ്റുമൊക്കെ പറയുകയാണ്. കാര്യം ഇന്നലെ അത്രമാത്രം ഭ്രാന്ത് പിടിച്ചു, ഞങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ചു. കാരണം സുധീഷ് ചേട്ടൻ്റെ ജീവൻ എന്തെങ്കിലും പറ്റിപ്പോകുമോ എന്നൊക്കെ ഉള്ളൊരു ഭയപ്പാട് ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ച് ഒന്നും പറ്റിയില്ല. സുധീഷനെ തിരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും വീട്ടിലെത്തിയെന്നൊക്കെ പറയണം. ഈ സമയമാണ് നമ്മുടെ നീതു വർക്ക്ഷോപ്പിലോട്ട് എത്തുന്നത്. പിന്നെ പറയാനുണ്ടോ പുകില്, നീതു നന്നായിട്ട് സംസാരിച്ച് അടി ഉണ്ടാക്കാൻ കണക്കാക്കി തന്നെ നീതു വരെയാണ് കേട്ടോ. നീതുവിനെ കണ്ടതും ഹരീഷിൻ്റെ മുഖമൊക്കെ മാറി. അവൾ വന്നു, മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്ന് കൂടി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുവൾ എന്നിങ്ങനെ പറഞ്ഞ് ഹരീഷ് അങ്ങോട്ട് തുടങ്ങി. അപ്പോഴേക്കും നീതു പറഞ്ഞു, ഒരാഴ്ചയായപ്പോഴത്തേക്കും തന്നോടുള്ള സ്നേഹം ഇത്രയേ ഉള്ളൂ അല്ലേ, ഒരാഴ്ച മതിയായിരുന്നു തന്നോടുള്ള സ്നേഹം എന്നൊക്കെ പറഞ്ഞ് നീതു അങ്ങോട്ട് ഹരീഷിൻ്റെ മെക്കിട്ട് അങ്ങോട്ട് കയറുകയാണ്. അപ്പോൾ ഹരീഷ് പറഞ്ഞു, ഒരാൾ ആ സമയത്ത് അനുഭവിക്കുന്ന ടെൻഷനും അല്ലെങ്കിൽ അതെന്താണ്, ഇപ്പം ഏത് അവസ്ഥയിലാണ് അതുപോലും മനസ്സിലാക്കാനുള്ളൊരു കഴിവ് പോലും നിനക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഹരീഷും കുറേ അങ്ങോട്ട് ചൂടാവേണ്ട. അപ്പം നീതുവിന് ഭയങ്കര വിഷമമായി. ഓക്കെ ആയിക്കോട്ടെ, ഞാൻ ഈ ഒരാഴ്ച കൊണ്ട് എൻ്റെ അടുത്ത് ഇത്രയും സ്നേഹത്തിലൊക്കെ സംസാരിച്ചിട്ട് ഇപ്പോൾ എന്നെ വേണ്ടാന്ന് തോന്നിയല്ലോ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരും വഴക്കിട്ട് നീതു അങ്ങ് പിണങ്ങി പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ ചന്തു പറഞ്ഞു, അയ്യോ ഹരീഷേടാ വേണ്ടിയില്ലായിരുന്നു, ഒച്ചയൊന്നും എടുക്കണ്ടായിരുന്നു. പിന്നെ ഒച്ച എടുക്കാണ്ട് നീ എന്താ പറയണേ, ഇന്നലെ ഞങ്ങൾ അനുഭവിച്ച ടെൻഷൻ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂലടാ. സുധീഷേട്ടൻ ആരുടെ കയ്യിൽ അകപ്പെട്ട് എങ്ങനെ രക്ഷപ്പെടുത്തും എന്നൊക്കെയുള്ള ഒരു ടെൻഷനായിരുന്നു ഞങ്ങൾക്ക്. ഇവളുടെ വിളിയെന്ന് വെച്ചാൽ പറയാനുണ്ടോ, ഞാൻ കട്ട് ചെയ്യും, എടുത്തിട്ട് കാര്യം പറയണ ഞാൻ തിരക്കിലാണ്, ഞാൻ വിളിക്കാം, എൻ്റെ സിറ്റുവേഷൻ നീ മനസ്സിലാക്കൂ എന്നൊക്കെ ഹരീഷ് പറഞ്ഞു കൊടുത്തിട്ടും നിന്ന് വിളിയോട് വിളിയാണ്. അവസാനം ഞാൻ ഫോൺ തല്ലി പൊളിക്കണ വരെ അവൾ വിളിച്ചുകൊണ്ടിരുന്നു. സ്വിച്ച് ഓഫ് ചെയ്ത് നോക്കി. പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് മനുഷ്യൻ ഫോണിലെടുക്കണ്ടേ, ആ സമയത്ത് ഞാൻ രാത്രി ഓൺ ചെയ്യുമ്പോൾ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എന്താ ചെയ്യണേ, ഞാൻ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു, അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യണേ? അപ്പോൾ ചന്തു പറഞ്ഞു, കാര്യം പറഞ്ഞാൽ മതിയായിരുന്നല്ലോ ഹരീഷ് ചേട്ടാ, കാര്യം അറിയാണ്ടായിരിക്കും പെട്ടെന്ന് അങ്ങനെ പെരുമാറിയപ്പോൾ ചിലപ്പോൾ നീതുവിന് അത് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും എന്നിങ്ങനെ ചന്തു പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം നമ്മുടെ നിധി വീട്ടിലുണ്ടായിരുന്ന സമയത്ത് നമ്മുടെ നികേഷിന് ഭയങ്കര പനിയാണ് കേട്ടോ. പനിയെന്ന് വെച്ചാൽ പൊള്ളുന്ന പനി. അപ്പം നിധി അവിടെയൊക്കെ ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ നോക്കി, പക്ഷെ എങ്ങും ഇല്ലായിരുന്നു. അപ്പോൾ തന്നെ നിധി നോക്കിയപ്പോൾ ഭാസ്കർ ഉമ്മറത്തിരിപ്പുണ്ട്. ഭാസ്കറിനോട് പറഞ്ഞ്, അതെ ഒരു മെഡിസിൻ വാങ്ങാൻ പോകണം, പിന്നെ കുറച്ച് ചുക്ക് കാപ്പിയും കാര്യങ്ങളും
കൂടെയൊക്കെ വാങ്ങണം എന്നിങ്ങനെ നിധി പറഞ്ഞു. അപ്പോൾ ഭാസ്കരൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ. അതെ, മെഡിസിൻ്റെ പേര് എഴുതി തരണമെന്ന് ചോദിച്ചു. പിന്നെ എഴുതി തരാണ്ട് എനിക്കറിയോ എന്നിങ്ങനെ ഭാസ്കരൻ നിധിയോട് പറഞ്ഞു. അങ്ങനെ നിധി ആ മെഡിസിൻ്റെ പേരൊക്കെ എഴുതി ഭാസ്കരൻ്റെ കൊടുത്തിട്ട് കുറച്ച് ക്യാഷും കൂടെ കൊടുത്തു. അപ്പോൾ ഭാസ്കരൻ പറഞ്ഞു അതെ, ഒരു മെഡിസിനും ചുക്ക് കാപ്പിയൊക്കെ വാങ്ങാനുള്ള പൈസയൊക്കെ എൻ്റെ പോക്കറ്റിലുണ്ടെന്നൊക്കെ ഇങ്ങനെ ഭാസ്കരൻ പറഞ്ഞിട്ട് ഭാസ്കർ അതൊക്കെ മേടിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ നിധി ആ മരുന്നും ആ ചുക്ക് കാപ്പിയും അതൊക്കെ മേടിച്ചിട്ട് ഭാസ്കരൻ്റെ അടുത്ത് ചോദിച്ചു ഇത് ആർക്കാന്ന് ഭാസ്കരൻ ചോദിക്കുകയാണ്, ഇത് എന്തിനാന്ന് ചോദിച്ചു. അപ്പോൾ നിധി പറഞ്ഞു നികേഷിന് ഭയങ്കര പനിയാണ്, അതിനാണോ ഇതൊക്കെ മേടിച്ചതെന്ന് ഭാസ്കരൻ ചോദിക്കും. അതെ, പൊള്ളുന്ന പനിയാണെന്ന് പറഞ്ഞു. അതെ, അവനെ ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് അവന് തീ പൊള്ളണ പനിയായിട്ട് ഒരാഴ്ചയോളം കിടപ്പിലായിരുന്നു. ഞങ്ങൾ പൊടിക്കൈ മരുന്നുകളൊക്കെ കൊടുത്തോളൂ, ഈ മരുന്നും മറ്റൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. നല്ല ചൂടൻ തുളസിയിലേക്ക് ഇട്ട് നല്ലൊരു ചുക്ക് കാപ്പി അങ്ങ് കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ ആ ഉള്ളിൽ കിടക്കുന്ന പനിയൊക്കെ അങ്ങ് പമ്പടക്കും എന്നിങ്ങനെ ഭാസ്കരൻ പറഞ്ഞു. ആ സമയത്ത് നിധി ഒരു നിമിഷം ചിന്തിച്ചിട്ട് ചോദിച്ചു അതെ അച്ഛാ, നമ്മുടെ നികേഷിൻ്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഭാസ്കരൻ്റെ മുഖമൊക്കെ അങ്ങ് വല്ലാണ്ടാവേണം കേട്ടോ. അപ്പോൾ ഭാസ്കരൻ പറഞ്ഞു എനിക്കറിയില്ല എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അല്ല, അച്ഛനറിയാം, അച്ഛൻ അത് മറച്ചു പിടിക്കുകയാണെന്ന് നിധി പറഞ്ഞു. എനിക്കറിയില്ല. അതെ, ഇനി ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടൊന്നും നീ എന്നോട് വരണ്ട, ഇങ്ങോട്ട് വരണ്ട എന്ന് ഭാസ്കരൻ ദേഷ്യപ്പെടും. അതൊരു ആർട്ടിഫിഷ്യൽ ദേഷ്യം പോലെയാണെന്നുള്ളത് നിധിക്ക് മനസ്സിലായി. ശരി ആയിക്കോട്ടെ, എന്തെങ്കിലും ആവട്ടെ എന്ന് എഴുതിയിട്ട് നിധി പിന്നെ നേരെ നമ്മുടെ നികേഷിൻ്റെ അടുത്ത് പോയിട്ട് മരുന്നൊക്കെ കൊടുത്ത് നല്ല ചൂടൻ ചുക്ക് കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അന്നേ ദിവസം തന്നെ നമ്മുടെ സുധീഷ് ഹരീഷിനെ വിളിക്കുന്നുണ്ട്. എൻ്റെ പറഞ്ഞു ഞാൻ സുഭാഷ് എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലടാ, ഞാൻ ഇന്ന് രാത്രി ആകുമ്പോഴേക്കും കുറച്ച് വൈകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ശരി, എനിക്കൊരു ഓട്ടോ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ നീ ഡോറ് കുറ്റിയിടണ്ട, ജസ്റ്റ് അടച്ചിട്ട് നിങ്ങൾ കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഹരീഷ് പറഞ്ഞു ശരി, ഞാൻ സുഭാഷേനോട് വീട്ടിൽ ചെല്ലുമ്പോൾ പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യണം. അപ്പോൾ ഇതേ സമയം ഉച്ചനേരമൊക്കെ ആയപ്പോഴത്തേക്ക് നിധി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നിധി ഇങ്ങനെ പുറത്തോട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ സുഭാഷ് ചോദിക്കുന്നുണ്ട് എന്താ മോളെ നീ ആരെയും നോക്കണ? അല്ല, സുധീഷിനെ കണ്ടില്ലല്ലോ. അവൻ വന്നോളുമായിരിക്കും, അവൻ വല്ല ഓട്ടത്തിലായിരിക്കും. അപ്പം രാത്രിയായിട്ടും സുധീഷിനെ കാണുന്നില്ല. അപ്പം നിധി പുറത്തോട്ട് ഇറങ്ങിയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നിധിക്കൊരു വല്ലാത്തൊരു ടെൻഷനും കാര്യം എന്ന് വെച്ചാൽ ഇനി എന്തെങ്കിലും പറ്റുമോ, ആരെങ്കിലും പിടിച്ചുകൊണ്ടൊക്കെ പോയോ, ആ ഒരു ടെൻഷനൊക്കെ നിധിക്കുണ്ട്. കാരണം കഴിഞ്ഞ സംഭവം നിധിയുടെ ഉള്ളിൽ കിടക്കുകയാണല്ലോ. അപ്പം ആ ഒരു പേടി കൊണ്ടായിരിക്കാം നിധി ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങി നോക്കണം. അത് മാത്രമൊന്നും അല്ല കേട്ടോ, നിധിക്ക് ഒരു ചെറിയ ഒരു ഇഷ്ടമൊക്കെ, ഒരു പ്രേമം അല്ലെങ്കിൽ എന്താ പറയണ, ഒരു ചെറിയ ഒരു കെയറിങ് ഒക്കെ നമ്മുടെ സുധീഷിൻ്റെ കാര്യത്തിൽ വന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം എത്രയായാലും മനസ്സുകൊണ്ട് അംഗീകരിച്ചില്ലെങ്കിലും ഹസ്ബൻഡായിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ ആ ഒരു സ്നേഹമൊക്കെ എന്തായാലും ഉള്ളിൽ തോന്നാണ്ടൊന്നും ഇരിക്കില്ല. അങ്ങനെ നിധി രാത്രി ആയപ്പോഴും ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. അപ്പം ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഇരിക്കുന്ന സമയത്ത് സുഭാഷ് പറഞ്ഞു മോളെ നീ സുധീഷിനെയാണോ നോക്കണത്? അപ്പോൾ അവൻ വന്നോളും, ഓട്ടം കഴിഞ്ഞ് വരുമ്പോൾ വന്നോളും, ഹരീഷിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഡോറ് ചാരിയിരുന്നാൽ മതി, മോള് പോയി കിടന്നോന്ന് ഇങ്ങനെ സുഭാഷ് പറയും. അപ്പം നിധി ശരി എന്ന് പറഞ്ഞിട്ട് പോയി കിടന്നാലും നിധിക്ക് ഉറക്കമൊന്നും വരില്ല കേട്ടോ. നിധി പോയി കിടന്നിട്ട് പിന്നെ ഇവരൊക്കെ കിടന്നുറങ്ങിയ സമയത്ത് നിധി പുറത്ത് കാത്തിരിക്കണം കേട്ടോ. അപ്പം നമ്മുടെ സുധീഷ് വരെയാണ്. അപ്പോൾ സുധീഷ് നോക്കി ഇപ്പം നിധി ഇങ്ങനെ ഇറങ്ങി കാത്തിരിക്കുകയാണ്. അപ്പോൾ സുധീഷ് ചോദിച്ചു ഇയാളെന്താടോ ഉറങ്ങാത്തെ? അത് സുധീഷിനെ കാണാഞ്ഞുകൊണ്ട് എൻ്റെ ടെൻഷൻ അടിച്ചോ, പേടിയായോ എന്ന് ചോദിച്ചു. പേടിയല്ല, എന്തായാലും ഈ അടുത്തായിട്ട് എൻ്റെ വീട്ടുകാരൊക്കെ ഓരോന്നും ചെയ്തത് ഓർത്തിട്ട് എനിക്കിനി അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയൊക്കെ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി നിന്നേന്ന് പറഞ്ഞു. പിന്നെ അവരൊക്കെ കിടന്ന് ഉറങ്ങുകയാണല്ലോ, അപ്പോൾ ഡോറ് തുറന്നു തരാൻ ഒരാൾ വേണ്ടേ? ഓ അതാണോ എന്ന് പറഞ്ഞിട്ട് നിധി പറഞ്ഞു ഫ്രഷ് ആയിട്ട് ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, അതൊക്കെ കഴിച്ചിട്ട് കിടക്കാൻ പറയാം. ശരി നിധി പോയി കിടന്നോളാൻ പറഞ്ഞിട്ട് സുധീഷ് പോയിട്ട് ഫുഡൊക്കെ ആദ്യം നന്നായിട്ട് ഫ്രഷ് ആവണം കേട്ടോ. അപ്പോൾ ഇവർ സുധീഷ് വരണതും നിധി സംസാരിക്കുന്നതൊക്കെ നമ്മുടെ ഹരീഷ് ഉറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. ഹരീഷ് തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഇവർ സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ ഹരീഷ് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സുധീഷ് ഫ്രഷ് ആവുന്ന സമയത്ത് ഹരീഷ് ചെന്നിട്ട് സുധീഷിൻ്റെ തോളത്ത് ഒരൊറ്റ തട്ട് കൊടുത്തിട്ട് ഒരു അടി ഇങ്ങനെ കൊടുക്കുമല്ലോ. അപ്പോൾ സുധീഷ് പെട്ടെന്ന് തിരിഞ്ഞിട്ട് വെറുതെ എനിക്ക് വേദനിച്ച് കേട്ടോടാ ഹരീഷ് എന്നിങ്ങനെ പറയും. എന്നിട്ട് പറയാം അതെ നിധിയേട്ടത്തിക്ക് ഒരു ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടില്ലേ തന്നോടെന്ന് ഇങ്ങനെ ഹരീഷ് സുധീഷിനോട് ചോദിക്കും. പിന്നെ എന്നോടോ? ഒരു പ്രേമമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം ഇന്ന് സുധീഷേട്ടനെ കാണാത്തതുകൊണ്ട് പുള്ളിക്കാരത്തി ഇറങ്ങി നിൽക്കലും നോക്കലും ഒക്കെ ആയിരുന്നു. ഒരു വല്ലാത്ത വേവലാതിയും ടെൻഷനൊക്കെ ആയിരുന്നു. എവിടെയോ ഒരു പ്രേമമൊക്കെ ഒന്ന് ഉൾത്തിരിച്ചിട്ടില്ലേ എന്നൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ.
ആ സമയത്ത് സുധീഷ് പറയും ശരിക്കും ആണോടാ എന്ന് പറയും. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് സുധീഷ് പതുക്കെ നിധി ഉണർന്ന് അവിടെ ഇരിക്കുന്ന സമയത്ത് സുധീഷ് പതുക്കെ അടുത്ത് ചെല്ലും കേട്ടോ. അടുത്ത് ചെന്നിട്ട് ചോദിക്കും, അതെ ഞാൻ വരാത്തപ്പോൾ ടെൻഷനൊക്കെ ആണല്ലേ എന്നിങ്ങനെ ചോദിക്കും. എന്നെ കാത്തിരുന്നൊക്കെ ഇന്നലെ അതുകൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ടൊന്നും അല്ല സുധീഷ്, എൻ്റെ വീട്ടിലെ ആ ഒരു സംഭവം അറിയാലോ, അപ്പോൾ എന്തെങ്കിലും അപകടം പറ്റി കാണുമോ എന്നുള്ളൊരു പേടി കൊണ്ട് ഞാൻ നോക്കിയിരുന്നത്, എന്തെങ്കിലും പറ്റിപ്പോയാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് കരുതി. അപ്പം സുധീഷിൻ്റെ മൈൻഡ് അങ്ങ് പോയേട്ടോ. ശരിക്കും ഹരീഷൊക്കെ പറഞ്ഞതുപോലെ ഒരു പ്രേമൊന്നുമല്ല. അങ്ങനെ നിധി അത് പറഞ്ഞിട്ട് അങ്ങ് അകത്തോട്ട് പോയിട്ടോ. അപ്പോഴേക്കും നമ്മുടെ നികേഷും ഹരീഷും കൂടെ വന്നിട്ട് പറയും, നിധിയേട്ടത്തി അത് പറഞ്ഞിരുന്നാലും നിധിയേട്ടത്തിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ഇഷ്ടമൊക്കെ ഉണ്ട്, പിന്നെ ഒന്നുമില്ല, നിനക്കൊക്കെ തോന്നുക എന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ നിധീനെയും കൂട്ടി നമ്മുടെ രാവിലെ തന്നെ സുധീഷ് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഒരു ഇൻ്റർവ്യൂവിന് പോകണം കേട്ടോ. അപ്പോൾ ഒരു പുതിയ എന്തോ ഒരു കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനി ഇൻ്റർവ്യൂവിന് ചെന്നപ്പോഴത്തേക്ക് നിധിയുടെ ബയോഡേറ്റയും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അവർ മേടിച്ച് നോക്കിയപ്പം ഗോൾഡ് മെഡലൊക്കെ മേടിച്ച ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഇനി ഇൻ്റർവ്യൂ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് നിധിയോട് അയാൾ പറയും കേട്ടോ. അപ്പം നിധി അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കുന്നില്ല സാറേ എന്ന് ചോദിക്കും. ഞങ്ങളിതിപ്പോൾ പുതുതായിട്ട് തുടങ്ങിയ ഒരു കമ്പനിയാണ്, ഞങ്ങളും പുതിയ ആൾക്കാരാണ്, പിന്നെ തന്നെ പോലെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഇനി പ്രത്യേകിച്ച് ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്തായാലും തന്നെ ഞങ്ങൾ ഇവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. നിധിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞിട്ട് നിധി ഭയങ്കരമായിട്ട് കാത്തിരുന്ന ഒരു സംഭവമല്ലേ. അപ്പോൾ നിധിക്ക് അത് പെട്ടെന്ന് കേട്ടപ്പോൾ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തനിക്ക് ശരിക്കും ജോലി കിട്ടിയോന്നുള്ളൂ. അങ്ങനെ നിധിക്ക് ഭയങ്കര സന്തോഷമാവേണം. അപ്പോൾ സുധീഷ് കാറ് ഇട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിധിയുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നിധിനെ കൂട്ടി പോകാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് നിധി പെട്ടെന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവിടെ നിറങ്ങി വരുന്നത്. വന്ന് കാറിനകത്തോട്ട് കയറും. അപ്പോൾ സുധീഷ് അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോകട്ടോ കാറിനകത്തിരുന്ന്. ആ സമയത്ത് നിധി കാറിനകത്തോട്ട് ചെന്നിട്ട് കണ്ണടച്ച് ഒരു മിനിറ്റ് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ സുധീഷ് ചോദിക്കും, എന്താണോ പോയിട്ട് ഇൻ്റർവ്യൂ ഒന്നും ശരിയായില്ലെന്ന് ചോദിക്കും. അപ്പം നിധി സന്തോഷത്തോടെ പറയും, അതെ ഈ ഇൻ്റർവ്യൂവിന് പോയിട്ട് എനിക്ക് ജോലി കിട്ടി. എന്ത്, തനിക്ക് ജോലി കിട്ടിയോ? ജോലി കിട്ടിയെന്ന് പറയാം. അപ്പം സുധീഷിനും ഭയങ്കര സന്തോഷം. കാരണം ഇനിയിപ്പം നിധിക്ക് ബോറടിക്കാനോ ആ ഒരു ഇതും വേണ്ട, നിധിക്ക് പഠിച്ചിട്ട് ചുമ്മാ വീട്ടിൽ ഇരുന്നു എന്നുള്ള ഒരു ഇതും വേണ്ട, ഒരു ജോലിയൊക്കെ ആവുമല്ലോ. അങ്ങനെ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം. അവർ കുറേ സ്വീറ്റ്സ് ഒക്കെ മേടിച്ചിട്ട് നേരെ സുഭാഷിൻ്റെ അടുത്ത് പോവാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം ഉണ്ടാവും. നമ്മുടെ നീതു നമ്മുടെ ഹരീഷിൻ്റെ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ. എന്ത് പരാതി ഉണ്ടെങ്കിലും നേരെ പരാതി പെട്ടിയായിട്ട് നേരെ ഇങ്ങ് വരും. അങ്ങനെ അവിടെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ നിധിയും നികേഷുമാണ് ഉണ്ടായിരുന്നത്. അപ്പം നീതു സങ്കടപ്പെട്ടിട്ട് പറയും, ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഹരീഷ് ഫോൺ എടുത്തില്ല, ഫോൺ എടുക്കാണ്ട് എൻ്റെ കുറേ ഒച്ചയൊക്കെ എടുത്തു, അത് മാത്രമല്ല ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചൊക്കെയാണ്, ഒരാഴ്ചയോളം വലിയ സ്നേഹത്തോടെയൊക്കെയാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്, ഇപ്പം എന്ത് പറ്റിയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിധിക്ക് മനസ്സിലായി, അന്ന് സുധീഷിനെ തിരക്കി പോയ സമയത്തൊക്കെ ആയിരിക്കും നീതു വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫോൺ കട്ട് ചെയ്തേക്കെന്ന് നിധിക്ക് മനസ്സിലായി. അപ്പോൾ നിധി ഇങ്ങനെ നികേഷിൻ്റെ അടുത്ത് നോക്കിയിട്ട് അറിയാം, നമുക്ക് ആ കാര്യം നീതുവിനോട് പറയാം. അപ്പോൾ നികേഷ് പറയാം അത് വേണോ? അപ്പോൾ നിധി പറയും വേണ്ട, നീതു അറിയട്ടെ ആ സംഭവം എന്താണെന്ന്. അങ്ങനെ നിധി അന്ന് നികേഷിനെ തൻ്റെ വീട്ടുകാർ പറഞ്ഞു ഗുണ്ടകൾ വഴി നമ്മുടെ സുധീഷിനെ പിടിച്ചുകൊണ്ട് പോവുകയും അങ്ങനെ അവസാനം രക്ഷിക്കാനായിട്ട് ഇവർ മൂന്നുപേരും വന്നതും, അങ്ങനെ സുധീഷിനും കുഴപ്പമൊന്നും ഇല്ലാണ്ട് രക്ഷപ്പെട്ട് ഞങ്ങൾ വീട്ടിലെത്തിയവരെയുള്ള കഥകളൊക്കെ പറയണം. ഇത് കേട്ടിട്ട് നമ്മുടെ നീതു ഭയപ്പാടോടെ ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. അയ്യോ, ഇത്രയും വലിയൊരു സംഭവം, ഇത്രയും വലിയൊരു സിറ്റുവേഷനിലായിരുന്നു ഹരീഷ് നിന്നത്, എനിക്ക് മനസ്സിലായില്ലായിരുന്നു, ഞാൻ അറിയാണ്ടാണല്ലോ പറഞ്ഞത്, അല്ലെങ്കിൽ അവൻ എന്നോടൊരു വാക്ക് പറയാൻ പാടില്ലേ, ഇന്നതുപോലെ സുധീഷ് എന്നെ കാണാനില്ല, അങ്ങനെ ഞങ്ങൾ തിരക്കി പോകണം, ഒരു വാക്ക് പറയാൻ പാടില്ലേ എന്ന് പറഞ്ഞു. അപ്പം നിധി പറഞ്ഞു, എന്തായാലും ഒരു ജീവിതമൊക്കെ ആകുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ അവരെ മനസ്സിലാക്കിയും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം കേട്ടോ എന്നൊക്കെ കുറച്ച് ഉപദേശങ്ങളൊക്കെ നീതുവിന് കൊടുക്കുകയാണ്. നീതു നേരെ ഇത് കേട്ട പാടെ നേരെ വർക്ക്ഷോപ്പിൽ ചെല്ലുന്നുണ്ട് സുധീഷിൻ്റെ നമ്മുടെ ഹരീഷിൻ്റെ സോറിയൊക്കെ പറയണ്. അതെ, അന്നത്തെ സംഭവം എന്താണ് നടന്നതെന്നുള്ളത് ഹരീഷിന് എന്നോടൊന്ന് പറയാൻ പാടില്ലേ, അല്ലാണ്ട് ഞാൻ എങ്ങനെ അറിയണത്, ഞാൻ അതുകൊണ്ടല്ലേ പെട്ടെന്ന് എന്തു പറ്റിയെന്ന് അറിയാണ്ട് എൻ്റെ അടുത്ത് പെട്ടെന്ന് ഇഷ്ടക്കുറവ് വന്നു, ഇന്നതുപോലെ ആണ് നീതു എന്നൊരു വാക്ക് ഹരീഷിന് പറയാൻ പാടില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഹരീഷും നീതും തമ്മിലുള്ള പിണക്കമൊക്കെ അങ്ങനെ മാറാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ നിധിയും നമ്മുടെ സുധീഷും കൂടെ നമ്മുടെ സുഭാഷിന് സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് വർക്ക് സൈഡിലൊക്കെ പോയി കൊടുക്കുകയാണ്. അവിടെ വെച്ച് നമ്മുടെ സുഭാഷിൻ്റെ ബായി ഉണ്ടല്ലോ, അഭിനേഷോ എന്തുവാണ് പേര്, ബായിക്കും സ്വീറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബായിയുടെ പെങ്ങളുണ്ടല്ലോ, പെങ്ങളെയൊക്കെ പരിചയപ്പെടുന്നുണ്ട്. നമ്മുടെ നിധിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് നമ്മുടെ സുഭാഷ്. അങ്ങനെ അവരൊക്കെ തമ്മിൽ ബായിയും ബായിയുടെ അനിയത്തിയും ഒക്കെ നല്ല പരിചയമാവേണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ
നിധി എല്ലാവർക്കും പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ട് വരും. അതും സാധാ റേറ്റ് ഒന്നുമല്ല, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ഷർട്ടൊക്കെ. അപ്പം നികേഷിനാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. അപ്പം നികേഷ് നോക്കുമ്പോൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ടും അതും 1000, 1500, 2000 രൂപയുടെയൊക്കെ കോസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. നികേഷിന് ഭയങ്കര സന്തോഷമുണ്ട്. കണ്ടോ സുഭാഷ് ഏട്ടാ ഇത്രയും വില കൂടിയൊന്നും എനിക്ക് ഇന്നുവരെ മേടിച്ചു തന്നിട്ടില്ലല്ലോ. എനിക്ക് ഇഷ്ടമാവുകയും ചെയ്തു. കറക്റ്റ് അളവും ഒക്കെ ആയിരുന്നു. അപ്പം നികേഷിന് കൊടുത്തു, അതുപോലെ ഹരീഷിന് കൊടുത്തു, അതുപോലെ നമ്മുടെ സുഭാഷ് ഏട്ടനും കൊടുത്തു കേട്ടോ നിധി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഭാസ്കറിനും ഒരു ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സുധീഷ് ഇങ്ങനെ ഇരിക്കുന്നു. സുധീഷിന് മാത്രം നിധി കൊടുത്തില്ല കേട്ടോ. നിധി എന്നിട്ട് നേരെ റൂമിലോട്ട് കയറിപ്പോയി. അപ്പം സുധീഷ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും മേടിച്ചു കൊടുത്തു, അച്ഛനും മേടിച്ചു കൊടുത്തു, എനിക്ക് മാത്രം പിന്നെ നിധി ഷർട്ട് എടുത്ത് തന്നില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നിധി റൂമിൽ നിന്ന് ഇറങ്ങി വന്നു കേട്ടോ. എൻ്റെ കൈയുടെ ഒളിച്ച് ഇങ്ങനെ ഇങ്ങനെ മറച്ചു പിടിച്ചൊക്കെയായിരുന്നു. അപ്പോൾ എന്തേ വിഷമിച്ചിരിക്കണേ? അല്ല, എല്ലാവർക്കും ഷർട്ട് എടുത്ത് കൊടുത്തു, എനിക്ക് മാത്രം എടുത്ത് തന്നില്ലല്ലോ എന്നിങ്ങനെ സങ്കടം പറഞ്ഞു കേട്ടോ. അതെ എന്ന് പറഞ്ഞിട്ട് നിധി പെട്ടെന്ന് ആ ഷർട്ട് എടുത്ത് കൊടുക്കേണ്ട കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സുധീഷിൻ്റെ മുഖമൊക്കെ നല്ല 100 വോൾട്ട് ബൾബ് പോലെ അങ്ങോട്ട് സന്തോഷം കൊണ്ട് തിളങ്ങുന്നുണ്ട്. നമ്മുടെ സുധീഷ് മനസ്സിൽ ആഗ്രഹിക്കുന്ന അതേ ഇഷ്ടത്തോടു കൂടിയുള്ള അതേ കളറും അതേ ഇടുന്ന രീതിയിലൊക്കെ ഉള്ള അതേ ഫാഷനിലേക്ക് ഷർട്ട് തന്നെയാണ് നമ്മുടെ നിധി സുധീഷിന് വേണ്ടിയിട്ട് എടുത്തത്. അതെ, എൻ്റെ കളറും എൻ്റെ ടേസ്റ്റൊക്കെ നിധിക്ക് എങ്ങനെ അറിയാമായിരുന്നു? അത് ഞാൻ നികേഷിനടുത്ത് ചോദിച്ചൊക്കെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മുടെ സുധീഷിന് ഭയങ്കര സന്തോഷമൊക്കെ ആവേണം കേട്ടോ. അതിനുശേഷം പിന്നെ സുധീഷ് തൻ്റെ ഭാര്യ ആദ്യമായിട്ട് എനിക്ക് തന്ന ഒരു ഗിഫ്റ്റാണ് ഈ ഷർട്ട് എന്നൊക്കെ പറഞ്ഞ് അത് നെഞ്ചോടൊക്കെ ചേർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ ഏകദേശം നെക്സ്റ്റ് വീക്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റോറീസൊക്കെയാണ് വരുന്നത്. അപ്പം ഓരോ എപ്പിസോഡിൻ്റെയും അതാ ദിവസങ്ങളിലുള്ളത് തലേ ദിവസം ഉച്ച കഴിയുമ്പോൾ ഒരു 4-5 മണിക്കൊക്കെ ആകുമ്പോൾ ഞാൻ നമ്മുടെ സുമി മുഫാസ് മനസ്സിൽ ചാനലിൽ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ എല്ലാ മുത്തുമണീസും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ സ്റ്റാർ ബട്ടൺ ഉണ്ടല്ലോ ഹൈപ്പ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. പിന്നെ പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കുക. അത് മാത്രവുമല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ എപ്പിസോഡ് പ്രൊമോ ഇവിടെ നെക്സ്റ്റ് വീക്ക് പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം പറയുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.